ടെയ്ലേഴ്സ് സ്ക്വയർ അഥവാ എൽ സ്ക്വയർ. ഇത് 90 ഡിഗ്രി ചേരുന്ന രണ്ട് വശങ്ങൾ ചേരുന്ന ഒരു സ്കെയിലാണ്. ഇതിൻ്റെ ഒരു വശം 20 ഇഞ്ചും മറ്റേ വശം 12 ഇഞ്ചും നീളമുണ്ടായിരിക്കും. ഇത് തടിയിലും സ്റ്റീലിലും നിർമ്മിച്ചിട്ടുണ്ട്. വരയ്ക്കുന്ന രേഖകൾ ചെരിയാതിരിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്താണ് പ്ലംബ് ലൈൻ. ഇത് വസ്ത്രങ്ങളുടെ സീം നേരെയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ്. ഇതിൻ്റെ അഗ്രത്തിൽ ഭാരം ഘടിപ്പിച്ച ഒരു നൂലോട് കൂടിയ ഉപകരണമാണിത്. ടക്ക് മേക്കർ നിറമുള്ള ടിൻ പ്ലേറ്റാൽ നിർമ്മിതമായ ഒരു ഉപകരണമാണിത്. പ്ലീറ്റ്സ്, ടക്സ്, സ്കാലപ്സ് എന്നിവ മാർക്ക് ചെയ്യാനാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ടെയ്ലേഴ്സ് ഹാം. ഈ പിക്ചറിൽ കാണുന്നത് പോലെ കോഴിമുട്ടയുടെ ആകൃതിയിൽ പഞ്ഞി നിറച്ചൊരു കുഷ്യനാണ് ടെയ്ലേഴ്സ് ഹാം. ഇതിന് 18 ഇഞ്ച് നീളവും 13 ഇഞ്ച് വീതിയും താഴെ ഭാഗത്തുണ്ടായിരിക്കും. അതിൻ്റെ മുകൾ ഭാഗത്ത് 11 ഇഞ്ച് വീതിയും ഉണ്ടായിരിക്കും. ഷേപ്പുകൾ അയൺ ചെയ്യാൻ വേണ്ടിയാണ്, ഷേപ്പുള്ള ഭാഗങ്ങൾ അയൺ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രസ് ക്ലോത്ത് ഒരു മസ്ലിൻ തുണിയാണ്. സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഈ തുണിക്ക് മുകളിൽ വെള്ളം നനച്ചിട്ട് ഏത് വസ്ത്രമാണോ അയൺ ചെയ്യേണ്ടത് അതിന് മീതെ ഈ ക്ലോത്ത് ഇട്ടിട്ട് ഇസ്തിരി ഇടുന്നു. അതാണ് പ്രസ് ക്ലോത്ത്. സ്ലീവ് ബോർഡ്. സ്ലീവിൻ്റെ സീം പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്ലീവ് ബോർഡ്. ഇത് പാഡിംഗ് ഉള്ള ഒരു ഉപകരണമാണ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, ആ തടിയുടെ മുകളിലായിട്ടൊരു പാഡിംഗ് കാണാം. കോട്ടിൻ്റെ സ്ലീവ് ഇസ്തിരി ഇടാനാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. പോയിൻ്റ് പ്രസ്സർ സീം ബോർഡ്. ഇതിന് ഒരറ്റം കൂർത്തിരിക്കും. നിങ്ങൾക്ക് കാണാം പിക്ചറിൽ അത് തടി കൊണ്ട് നിർമ്മിതമായിരിക്കും. അതുപോലെ തന്നെ ഒരറ്റം കൂർത്തിരിക്കും. കോളറ്, ബെൽറ്റ് എന്നിവയുടെ സീം പ്രസ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിൽ മുഴുവൻ തടി കൊണ്ടായിരിക്കും. ഇതിനകത്ത് പാഡിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ത്രെഡ് ഓപ്പണർ. തുണിയുടെ വക്കുകൾ മടക്കാനും തയ്യൽ അഴിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ത്രെഡ് ഓപ്പണർ. കത്രിക 4 തരമുണ്ട്. സിസേഴ്സ്, ബട്ടൺ ഹോൾ സിസേഴ്സ്, പിങ്കിങ് ഷിയേഴ്സ്. ഓരോന്നും നോക്കാം. ബട്ടൺ ഹോൾ സിസേഴ്സ്. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ബട്ടൺ ഹോൾ മുറിക്കാൻ വേണ്ടിയാണ്. ഈ കത്രികയുടെ നീളം 12.5 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ വരെയാണ്. ഈ കത്രികയിൽ ആണിയോട് കൂടിയൊരു സ്ക്രൂ ഉണ്ടായിരിക്കും. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നീളം ക്രമീകരിക്കാവുന്നതാണ്. അടുത്തത് പിങ്കിങ് സിസേഴ്സ്. ആളിൻ്റെ വായ്ത്തല പോലിരിക്കുന്ന ഒരു കത്രികയാണിത്. അതുപോലെ കാസ്റ്റ് അയൺ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 15 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെ ഇതിന് നീളമുണ്ടായിരിക്കും. നൂലിളകി പോകാതിരിക്കാനാണ് കൂടുതലും ഇത്തരം കത്രികകൾ ഉപയോഗിക്കുന്നത്. അതായത് അരികുകളിൽ നിന്ന് നൂല് വിട്ടു പോകുന്ന ഭാഗത്താണ് ഇത്തരം കത്രികകൾ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. അടുത്തതാണ് ഷിയേഴ്സ്. ഇത് നമ്മൾ സാധാരണ തുണി മുറിക്കുന്ന കത്രികയാണ്. സ്റ്റീൽ കൊണ്ടും വെങ്കലം കൊണ്ടും ഇത് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് 22.5 സെൻറ്റിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെയാണ്. ഇതിൻ്റെ ഒരു വായ്ത്തല വലുതും മറ്റേത് ചെറുതുമായിരിക്കും. അതുപോലെ തന്നെ കൈപ്പിടിയാണെങ്കിലും വലിയ വിരൽ കടത്താനുള്ള കൈപ്പിടി വലുതും
ചെറിയ വിരൽ കടത്താനുള്ള കൈപ്പിടി ചെറുതുമായിരിക്കും. അടുത്തതാണ് സിസേഴ്സ്. ഇത് നൂല് മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്രികയ്ക്ക് പറയുന്നതാണ് സിസേഴ്സ്. ഇതിൻ്റെ നീളം 15 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും. പേപ്പർ ട്രയാങ്കിൾ സ്കെയില്. ഈ സ്കെയിലിൻ്റെ ഒരു മൂല 90 ഡിഗ്രി ആയിരിക്കും. പേപ്പറിലും പ്ലാസ്റ്റിക്കിലും ഈ സ്കെയിൽ അവൈലബിൾ ആണ്. ചെറിയ അളവിൽ ബുക്കിൽ വരയ്ക്കാനാണിത് സഹായിക്കുന്നത്. അടുത്തതാണ് ഫ്രഞ്ച് കർവ്. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കർവാണിത്. ആം ഹോള്, കഴുത്ത് എന്നിവ വരയ്ക്കാനാണ് ഫ്രഞ്ച് കർവ് ഉപയോഗിക്കുന്നത്. കണ്ണാടി. പൂർണ്ണ വലുപ്പത്തിലുള്ള കണ്ണാടിയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സ്വയം അളവെടുക്കാനും അതുപോലെ തന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അത് പാകമാണോ എന്ന് ചെക്ക് ചെയ്യാനും ഇത്തരം കണ്ണാടികൾ ഉപകരിക്കും.